ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ തിരുവോണ ദിനാശംസകള്. അപ്പൊ അങ്ങനെ ഒരു ഓണക്കാലം വന്ന് തിരുവോണമായി ഒരുപാട് നാളത്തെ എന്താ പറയാ കാത്തിരിപ്പിന് ശേഷമാണ് ഓണം വരാന്ന് പറയുമ്പോൾ വലിയൊരു സന്തോഷം തന്നെ. അത്തം മുതലേ 10 ദിവസം പൂക്കളൊക്കെ ഇട്ട് നമ്മുടെ ആ പണ്ടത്തെ ആ ഒരു ചെറുപ്പകാലത്തിലേക്കൊക്കെ നമ്മൾ ഓടിപ്പോണ ആ ഒരു സമയമാണ് ഈ പൂക്കളർന്നത്. ആ പഴയ കാലഘട്ടം എന്ന് പറയുന്നത് നമ്മൾ സ്കൂളിലൊക്കെ പോയി പഠിച്ച് ആ വെക്കേഷൻ വരുന്ന സമയത്ത് വെക്കേഷൻ കൂടെ ആയി കഴിഞ്ഞാൽ വീട്ടിലൊക്കെ ഞങ്ങളൊക്കെ ഇതുപോലെ തന്നെ പൂക്കളിടാറുണ്ട്. അപ്പൊ ആ പൂക്കളം അന്ന് ഇന്നത്തെ കാലത്തെ പോലെ നമ്മള് പൂക്കള് പോയി മാർക്കറ്റിൽ നിന്ന് മേടിച്ചു കൊണ്ടിരുന്നല്ലോ. നമ്മള് അപ്പുറത്തും പോയി എല്ലായിടത്തും പറിച്ചു കൊണ്ടുവന്ന് അത് രാവിലെ ഇടാന്ന് പറയുമ്പോ ഉണ്ടാവുന്ന ഒരു അതിനൊരു കാത്തിരിപ്പും അതിന്റെ ഒരു സന്തോഷവും വേറെ തന്നെയാണ് അല്ലേ? അതോടെ നമുക്ക് മറക്കാൻ പറ്റാത്തൊരു ഓർമ്മയാണ്. അതിന്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ് ശരിക്കും. വേറെ ഏത് ആഘോഷത്തിനേക്കാളും ഓണം എന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു സന്തോഷം തരുന്നൊരു ആഘോഷം തന്നെയാണ്. 10 ദിവസത്തെ ആ ഒരു സ്കൂൾ വെക്കേഷൻ, ഒരു പാർക്കാൻ പോക്ക്, അങ്ങനെയൊക്കെയുള്ള കുറച്ച് നൊസ്റ്റാൾജിയകള് എല്ലാവർക്കും ഉണ്ടായിരിക്കില്ലേ? ഞങ്ങൾക്കുള്ളത് പോലെ തന്നെ തീർച്ചയായിട്ടും എല്ലാവർക്കും ഉണ്ടായിരിക്കും. അതിന്റെ ഒരു സന്തോഷം വേറെ തന്നെയാണ്. എല്ലാവരുടെയും ഓണസദ്യയൊക്കെ എവിടെ വരെ എത്തി? ഞങ്ങളുടെ ഇവിടെ കലവറയില് നല്ല രീതിയിൽ വർക്ക് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ കുറച്ച് മെമ്പേഴ്സ് ഒക്കെ ഉണ്ട്. അപ്പനുണ്ട്, അമ്മയുണ്ട്. അതുപോലെ തന്നെ അപ്പന്റെ പേര് ജോണി, അമ്മയുടെ പേര് ഓമന, എന്റെ ബ്രദേഴ്സ് ലിജോ, ലിൻഡോ, അതുപോലെ തന്നെ അവരുടെ വൈഫ് ഷിൻഫി, ഡിംപിള്, അവർക്കൊക്കെ ഞങ്ങളുടെ പോലെ തന്നെ ഫാമിലിയിലെ പോലെ തന്നെ 3 മക്കള് വീതമുണ്ട്. അപ്പൊ ഏകദേശം 9 കുട്ടികളുണ്ട്. 9 3 ചേട്ടനിയന്മാർക്ക് 3 മക്കളായ 9 പിള്ളേര്. അതെ, മതിയില്ലേ? അപ്പൊ എത്ര പേര് ടോട്ടല്? 15 പേര്. 17 പേര്. തെറ്റി, എനിക്ക് 15 എന്നാ പറഞ്ഞേ. സ്വന്തം കുടുംബത്തിലത്തെ മെമ്പേഴ്സിന്റെ നമ്പർ ഇപ്പോഴും തെറ്റുണ്ട്. എന്റെ പാവം. സോറി. അപ്പൊ 17 പേരുള്ള ഒരു എന്താ പറയാ ഒരു കൂട്ടുകുടുംബമാണ് ഞങ്ങൾ. സെപ്പറേറ്റ് വീടുകളിലാണ് താമസം എങ്കിലും ഞങ്ങൾ ഇതുപോലെ തന്നെ എല്ലാ ആഘോഷങ്ങളും ഒരുമിച്ചാണ് ഒരു പരിധി വരെ ഞങ്ങള്. ക്രിസ്മസ് എന്ത് പരിപാടിയാണെങ്കിലും. അത് മാത്രല്ല കേട്ടോ, ഞങ്ങളുടെ വീടുകളിലെ എല്ലാ മക്കളുടെയും ബർത്ത്ഡേ, എന്റെ അപ്പന്റെയും അമ്മയുടെയും എല്ലാവരും ബർത്ത്ഡേ ഞങ്ങൾ ഒരു പരിധി വരെ ഞങ്ങൾ എല്ലാവരും. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് 17 ആളുടെ പ്രോഗ്രാമുകൾ വരല്ല. അപ്പൊ എല്ലാ മാസത്തിലും എങ്ങനെയായാലും ഒരു ബർത്ത്ഡേ ഫംഗ്ഷൻ. ഒന്ന് ആലോചിക്കേ, 17 മെമ്പേഴ്സ് ഉണ്ട്. പ്ലസ് ഇങ്ങനെ ഓണം, വിഷു, ക്രിസ്മസ്, ഈസ്റ്റർ ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഡേയ്സുകൾ വേറെ ഉണ്ട്. വെഡിങ് ആനിവേഴ്സറി ഉണ്ട്. അപ്പോ എങ്ങനെ പോയാലും 2-3 പരിപാടി ഞങ്ങൾക്ക് വീട്ടിൽ എങ്ങനെയാണെങ്കിലും പുള്ളിയാൻ കുത്തി ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പൊ ഇപ്രാവശ്യത്തെ ഓണം അതുപോലെ തന്നെ വലിയ ആഘോഷത്തിൽ തന്നെയാണ് നമ്മളെല്ലാവരോട് അണിയറയില് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലെ? ഞങ്ങള് വർക്ക് തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിങ്ങനെ ഷൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മാറി നിക്കാണ് അല്ലെ? അപ്പൊ ഓണാഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ വീട്ടിലും അതുപോലെ തന്നെ നല്ല ഓണക്കളിയും അതുപോലെ തന്നെ ഊഞ്ഞാലാട്ടവും, സുന്ദരിക്ക് പൊട്ടുകുത്തല്, ലെമൺ വിത്ത് സ്പൂൺ റൈസ്, ഊഞ്ഞാലൊക്കെ കെട്ടിയിട്ട് അതുപോലെ മറ്റേ ചെട്ടിപ്പൂവൊക്കെ ഉണ്ടല്ലോ. ഫാമിലിയില് ഞങ്ങൾ എല്ലാ ആഘോഷങ്ങളും അടിച്ചു പൊളിച്ച് ദൈവാനുഗ്രഹം കൊണ്ട് ഇവിടം വരെയൊക്കെ ഞങ്ങൾക്ക് അങ്ങനെ സാധിച്ചു പോകാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത്തവണ നമ്മള് എങ്ങനെയാ ഓണം ആഘോഷിക്കുന്നത്? വെറൈറ്റിയാണ്. ലിയോസിന്റെ ഏറ്റവും വലിയ സന്തോഷത്തിന്റെ ഭാഗമായിരുന്നു 80ഓളം സ്ത്രീകൾക്ക് നമ്മൾ തയ്യൽ മിഷൻ വിതരണം ചെയ്തത്. ഇനി തയ്യൽ മിഷൻ കിട്ടാതെ ആരും നിരാശരായിട്ട് വന്നില്ല. എല്ലാവർക്കും നമ്മൾ ഓണക്കോടിയും കൊടുത്തു. നമ്മുടെ ആ ഒരു സ്നേഹ സമ്മാനമായിട്ട് നമ്മൾ എല്ലാവർക്കും ഓണക്കോടിയും നമുക്ക് കൊടുക്കാനായിട്ട് സാധിച്ചു. നമ്മുടെ കൈകളിൽ കൂടെ നമുക്ക് അത് കൊടുക്കാന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം, നമുക്കതൊരു ഒരു പ്രത്യേക ഒരു മൊമെന്റ് തന്നെയായിരുന്നു. വലിയൊരു ഭാഗ്യമായിട്ടും അത് വലിയ സന്തോഷമായിട്ട് ഞാൻ അതിനെ കാണുന്നുണ്ട്. സത്യത്തിൽ ഇതെല്ലാം നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത് നിങ്ങൾ തന്നെയാണ്. ഒരു സംശയവുമില്ല. ഇത്രയും നല്ല രീതിയിൽ ഈ ഓണം ആഘോഷിക്കാനായിട്ട് നേരത്തെ മുൻ വർഷങ്ങളേക്കാൾ വിട്ടിട്ട് നമുക്ക് ഈ ഓണം ജനകീയമാക്കാനായിട്ട് തൃശ്ശൂർ ജില്ലയുടെ ഒരു ഓണാഘോഷമാക്കി മാറ്റാനായിട്ട് നിങ്ങളെല്ലാവരും നമ്മുടെ ഒപ്പം തന്നെ സപ്പോർട്ട് തന്നതിന്റെ ഭാഗമാണ് നമുക്ക് ഇത് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്. പിന്നെ തന്നെയല്ല, നമുക്ക് തിരുവാതിരക്കളി ഗംഭീരായിരുന്നു. രാവിലെ തുടങ്ങിയ തിരുവാതിരക്കളി നമുക്ക് രാത്രിയാണ് അവസാനിച്ചത്. അപ്പൊ തൃശ്ശൂർ ജില്ല ഏറ്റെടുത്ത ഒരു തിരുവാതിരക്കളി എന്ന് വേണമെന്ന് പറയാം അല്ലെ? എത്രയും ടീമുകൾ വന്നിട്ട് നിങ്ങൾക്ക് അതിന്റെ വിഷ്വൽ എല്ലാം കാണിച്ചു തരും. അപ്പൊ അത്രയും ടീമുകൾ വന്നിട്ട് അത്രയും സ്ത്രീകൾ വന്നിട്ട് രാവിലെ 8 മണി മുതൽ നമ്മുടെ തിരുവാതിരക്കളി നമുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ കേരളക്കര അതായത് കേരളക്കര ഇതുവരെ കാണാത്ത രീതിയിലുള്ള കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളം ഉള്ള ഭാഗത്തു നിന്നുള്ള ടീമുകൾ വന്നിട്ടുള്ള അതിഗംഭീരമായിട്ടുള്ള വടംവലിയാണ് നമ്മുടെ ഇവിടെ നമുക്ക് അരങ്ങേറിയത്. ചിങ്ങമാസം കല്യാണ മാസമാണ്. ഞങ്ങൾ ഇത്രയൊക്കെ കഥ തിരുവോണത്തെ കുറിച്ചൊക്കെ പറഞ്ഞെങ്കിലും ഞങ്ങളുടെ കൂടെ ഒരാൾ ഇവിടെ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഒരു ഹിന്ദു ബ്രൈഡൽ സെറ്റ് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു വെഡിങ് സെറ്റിന്റെ കുറച്ച് വിശേഷങ്ങൾ ഞങ്ങൾ പറയണ്ടേ ഈ തിരുവോണ ദിനത്തില്?
ചേട്ടൻ പറഞ്ഞോ. ഇപ്പൊ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഓണം സ്പെഷ്യല്, തിരുവോണ സ്പെഷ്യല് ഒരു ബ്രൈഡാണ് വെച്ചിട്ടുള്ളത്. നല്ല മനോഹരമായിട്ടുണ്ട് അല്ലേ? നല്ല എന്താ പറയാ, പ്രഷ്യസ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ആന്റിക്ക്, ചെട്ടിനാട്, അതുപോലെ തന്നെ ശരിക്കും പക്ക ട്രഡീഷണൽ ആയിട്ടുള്ള നാഗപടം. പക്ക ട്രഡീഷണൽ നാഗപടം തന്നെയാണ് കേട്ടോ. ആ ശരിക്ക് നമ്മുടെ നാഗത്തിന്റെ പത്തി അതേ സെയിം ആയിട്ടുള്ളത്, പല ടൈപ്പുകൾ വരുന്നുണ്ട്. ഇത് പക്ക ട്രഡീഷണൽ ആയിട്ടുള്ള നാഗപടമാണ്. എനിക്കറിയാലോ, നിങ്ങൾക്ക് നാഗപടം ഞാനായിട്ടുള്ള ഒരു ബന്ധം നിങ്ങൾക്ക് അറിയാലോ. അതുകൊണ്ട് ഞാൻ അത് കണ്ടു കഴിഞ്ഞാൽ അത് എന്റെ കൈവരലിയോ കൂടെ പോകുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ടാണ് എനിക്ക് അത് വരുമ്പോ ഒരു പ്രത്യേക ഒരു നെസ്റ്റ് വരുന്നുണ്ട് സത്യത്തില്. അപ്പൊ ഈ സെറ്റ് വളരെ മനോഹരമായിട്ടില്ലേ? എന്നാൽ നിങ്ങൾ ഇതിന്റെ വെയിറ്റോ കാര്യങ്ങളോ ഒന്നും ഞങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടില്ല. നിങ്ങൾ അതിന്റെ ഗസ് ചെയ്താൽ മതി, ഒന്ന് കമന്റ് ചെയ്തോളാം. ഇതുപോലത്തെ ഒരുപാട് സെറ്റുകൾ നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലിയോസിന്റെ ഓഫറും കാര്യങ്ങളും എല്ലാം ഇതിന്റെ മുന്നത്തെ വീഡിയോസിലും എല്ലാം നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോ അത്രയും ഒരു ഹോൾസെയിൽ റേറ്റില് നിങ്ങൾക്കറിയാം, നമ്മുടെ ഫാക്ടറിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് നല്ല ധാരണയുണ്ട്. അപ്പോൾ ആ ഒരു ഫാക്ടറിയിൽ നിന്ന് നേരിട്ട് വരുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിന്റെ മേക്കിംഗ് ചാർജ് ഇത്രയും വളരെ കുറച്ച് നമുക്ക് തരാനായിട്ട് സാധിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇപ്പൊ തൃശ്ശൂർ ജില്ലയിലാണെങ്കിലും അല്ലെങ്കിൽ കേരളത്തിലെ എവിടെയാണെങ്കിലും അല്ലെങ്കിൽ പുറത്തുമുള്ള ഒരുപാട് പേര്, നമുക്ക് ഇന്ത്യക്കകത്ത് മറ്റു രാജ്യങ്ങളിൽ നിന്ന് പോലും നമുക്ക് ഒരുപാട് കസ്റ്റമേഴ്സ് വന്നിട്ട് നമ്മുടെ അവിടെ വന്നിട്ട് പർച്ചേസ് ചെയ്യാനായിട്ട് കാണിക്കുന്ന ആ ഒരു എന്താ പറയാ, അത് വലിയൊരു നമ്മുടെ എക്സ്പീരിയൻസ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇത്രയും ഇപ്പൊ ഒരു 6-7 വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഇത്രയും വർഷങ്ങളായിട്ട് നമുക്ക് ഓണം ആഘോഷിക്കുമ്പോഴൊക്കെ നമുക്ക് പറയാനായിട്ടുള്ള ആ ഒരു ആ എനർജി അതെല്ലാം കിട്ടുന്നത് നമുക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങളായിട്ട് നമുക്ക് ആ ഒരു ഇന്ററാക്ഷൻ അല്ലെങ്കിൽ നിങ്ങളായിട്ട് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസിന്റെ എക്സ്പീരിയൻസ് കൊണ്ട് മാത്രം തന്നെയാണ് നമുക്കത് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുള്ളത്. ഇനിയിപ്പോ ഇതിൽ വന്നിട്ടുള്ള കളക്ഷൻസിൽ ദൂരെയുള്ളവരാണെങ്കിൽ ഇനിയിപ്പോ നമുക്ക് ഏതെങ്കിലും കളക്ഷൻ ഇഷ്ടപ്പെട്ടു, അതെങ്ങനെയാണ് പർച്ചേസ് ചെയ്യാന്നുള്ള എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഞങ്ങളൊരു നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിലേക്ക് ഒന്ന് എൻക്വയറി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ എല്ലാ ഡീറ്റെയിലും, എന്താണ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ചെയ്യേണ്ടത്, എല്ലാ ഡീറ്റെയിലും നമ്മുടെ സ്റ്റാഫ് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരും. പിന്നെ തന്നെയല്ല, നിങ്ങൾക്ക് ഉദ്ദേശിക്കുന്ന വെയിറ്റ് എത്രയാണ്, ലെങ്ത് എത്രയാണ്, ഇതൊക്കെ നമ്മളുടെ അടുത്ത് ഷെയർ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമൈസേഷനും അവൈലബിൾ ആണ്. അപ്പൊ ലിയോസിന്റെ ഓണാഘോഷം തീരുന്നില്ല, നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഓഫറുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇടിവെട്ട് ഓഫറുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എല്ലാവരും നമ്മുടെ വീഡിയോ നമ്മുടെ വാച്ച് ചെയ്യുക അല്ലെ, നമ്മൾ മാക്സിമം ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇത്ര മാത്രമാണ് നമുക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അപ്പൊ ഒരിക്കൽ കൂടി എല്ലാവർക്കും തിരുവോണ ആശംസകൾ പറയണ്ടേ? നമുക്ക് നല്ല പഞ്ചിൽ കൊടുക്കുക. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ തിരുവോണ ദിനാശംസകൾ.